അഴകിയ സിംഹം കഥയുടെ തുടർച്ച. ജീവിതത്തിൽ ഇതുവരെ താൻ അറിഞ്ഞിട്ടില്ലാത്ത അതിഗാഠവും ദൃഢവുമായ ദിവ്യാനുരാഗത്തിന്റെ ആർദ്രമായ നിമിഷങ്ങൾ പിന്നിട്ട് തിരികെ വീട്ടിലെത്തിയ ജയൻ സാറിന്റെ മനസ്സിൽ പാർവതിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. അവളെ ആദ്യമായി കണ്ടുമുട്ടിയത് മുതൽ ഇന്ന് വരെയുള്ള നിമിഷങ്ങൾ സാറിന്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരുന്നു. സാറിലൂടെയാണ് ഞാൻ എന്നെ അറിഞ്ഞത്. എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാവുന്ന എൻ്റെ ഈ ശരീരത്തിലൂടെയല്ല, എൻ്റെ ആത്മാവിലൂടെയാണ് ഞാൻ സാറിനെ സ്നേഹിച്ചത്. സാറിൻ്റെ ദിവ്യ സ്നേഹ സാന്നിധ്യം അനുഭവിക്കുന്ന എനിക്ക് ഇന്നൊരു പൂവിനെ പോലും നുള്ളി നോവിക്കാനാവില്ല. എൻ്റെ ജീവിതം ഇത്രമേൽ മനോഹരമാക്കി തീർത്ത സാറിനെ അല്ലാതെ വേറെ ആരെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത്, പ്രണയിക്കേണ്ടത്? സാറിനല്ലാതെ വേറെ ആർക്കും എന്നെ പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കില്ല. യു ആർ മൈ അൾട്ടിമേറ്റ് ലവർ. യു ആർ മൈ ഡിവൈൻ ഹസ്ബൻഡ്. റിയലി ഐ ലവ് യു. തന്നോടുള്ള പ്രണയാഗ്നി ആളിപ്പടർന്ന അവളുടെ ഹൃദയത്തിൽ നിന്ന് വന്ന ആ വാക്കുകൾ സാറിന്റെ കാതിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. പാർവതിക്ക് എന്നോട് തോന്നുന്ന ഈ അടുപ്പത്തെ വെറുമൊരു സാധാരണ സ്നേഹമോ പ്രണയമോ മാത്രമായി കാണാൻ എനിക്ക് കഴിയുന്നില്ല. അതിനപ്പുറം പറഞ്ഞറിയിക്കാനാവാത്തൊരാത്മബന്ധം ഞങ്ങൾക്കിടയിലുള്ളതായി എനിക്ക് തോന്നുന്നു. അവളുടെ ഓരോ വാക്കിലും നോക്കിലും ആ ബന്ധത്തിൻ്റെ ആഴം കാണുവാൻ എനിക്ക് കഴിയുന്നു. അവൾ ഇന്നെന്നോട് സംസാരിച്ചപ്പോൾ അവളുമായി എനിക്ക് ഒരുപാട് നാളത്തെ അടുപ്പമുള്ളതായി തോന്നി. അവൾ ഇന്നെന്നോട് പറഞ്ഞ വാക്കുകൾ ഇതിനു മുൻപും അവളുടെ നാവിൽ നിന്ന് തന്നെ ഞാൻ കേട്ടിട്ടുള്ളതുപോലെ എനിക്ക് തോന്നി. പക്ഷെ അത് എപ്പോഴാണെന്നോ എവിടെ വെച്ചാണെന്നോ ഓർക്കാൻ എനിക്ക് കഴിയുന്നില്ല. അവൾ എന്നോട് പറഞ്ഞതുപോലെ ഇന്നവൾ അപകടത്തിലായപ്പോൾ കൃത്യസമയത്ത് എനിക്ക് എങ്ങനെ അവിടെ എത്തിച്ചേരാൻ സാധിച്ചു? എൻ്റെ സുഹൃത്തുക്കളെ കാണാൻ ടൗണിലേക്ക് പുറപ്പെട്ട ഞാൻ ആ കാര്യമേ മറന്നു. തിരികെ വീണ്ടും കോളേജിലേക്ക് പോകാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ എന്നോട് പറയുന്നത് പോലെ തോന്നി. അതുകൊണ്ട് രണ്ടാമതൊന്നും ആലോചിക്കാതെ തിരികെ ഞാൻ കോളേജിലേക്ക് പോയി. ഹോട്ടലിൽ വെച്ച് എൻ്റെ മിഴികൾ നിറഞ്ഞതും അവളെ എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് പിടിച്ചതും എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ കൈവിരലുകൾ അവളുടെ കയ്യിലമർന്ന് ഉടഞ്ഞുപോയ വളപ്പൊട്ടുകൾ ഇപ്പോഴും ഒരു നിധി പോലെ ഞാൻ എന്തിനു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കും അവൾക്കുമിടയിലുള്ള ആത്മബന്ധം അത്രമേൽ ദൃഢമായത് കൊണ്ടാവാം. ഇവയെല്ലാം ജയൻ സാർ തൻ്റെ ഡയറിയിൽ കുറിച്ചു. അതെ, സാറ് കരുതുന്നത് പോലെ MLA സാർ അത്ര പ്രശ്നക്കാരനൊന്നും അല്ല കേട്ടോ. ഒരു പഞ്ചപാവാ. ആ ചെറുക്കനൊരു തലതെറിച്ചവനാ. അവൻ്റെ ആ സ്വഭാവത്തിന് മുന്നിൽ എല്ലാവരും കണ്ണടയ്ക്കുന്നത് MLA സാറിനെ ഓർത്തിട്ടാ. എല്ലാ ദിവസവും രാവിലെ ഈ വീട്ടുമുറ്റത്തുള്ള തിരക്ക് സാറ് കാണണം. ഒരുപാട് ആളുകൾ സഹായ അഭ്യർത്ഥനയുമായി MLA സാറിനെ കാണാൻ വരാറുണ്ട്. അവർക്കെല്ലാം സാറ് വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യാറുമുണ്ട്. സാറിതേ ആ പന്തൽ കണ്ടോ? വിശന്ന് വലഞ്ഞു കയറി വരുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും ആ പന്തലിൽ ആഹാരമുണ്ട്. അതുമാത്രമല്ല, എല്ലാ മാസവും ആദ്യം നാട്ടിലെ പാവപ്പെട്ടവർക്ക് പണമായിട്ടും തുണിയായിട്ടുമൊക്കെ MLA സാർ എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്യുന്നതെന്നറിയാമോ? അത്രയ്ക്ക് നല്ല മനസ്സാ സാറിൻ്റേത്. MLA സദാശിവന്റെ വീട്ടുമുറ്റത്തെത്തിയ ജയൻ സാറിനെ അവിടുത്തെ വാച്ച്മാനിൽ നിന്ന് കേട്ട വാക്കുകൾ വല്ലാതെ അത്ഭുതപ്പെടുത്തി. എങ്കിലും അത് അപ്പാടെ വിശ്വസിക്കുവാൻ ജയൻ സാറിന് കഴിഞ്ഞില്ല. എനിക്ക് MLA സാറിനെ ഒന്ന് കാണാൻ സാധിക്കുമോ? അല്പം ഗൗരവത്തിൽ ജയൻ സാർ വാച്ച്മാനോട് ചോദിച്ചു. അയ്യോ, അതിനെന്താ, സാർ ധൈര്യമായിട്ട് ചെന്നാട്ടെ. MLA സാർ വീട്ടിലുള്ളപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വാച്ച്മാൻ ഗേറ്റ് തുറന്നു. ജയൻ സാർ തൻ്റെ ബുള്ളറ്റിൽ അകത്തേക്ക് കയറി. മിസ്റ്റർ ജയദേവൻ അല്ലേ? നിങ്ങൾ വരുമെന്ന് പറഞ്ഞ് മാഡം എന്നെ വിളിച്ചിരുന്നു. ജയദേവൻ ഇരിക്കൂ. തൊട്ടുമുന്നിലുള്ള സോഫയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് MLA സാർ പറഞ്ഞു. ഞാൻ വന്നത് നിങ്ങളുടെ മകനെക്കുറിച്ച് സംസാരിക്കാനാണ്. അല്പം ഗൗരവത്തിൽ ജയൻ സാർ പറഞ്ഞു. ജയദേവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞതിനു ശേഷം ഒരു ദീർഘനിശ്വാസത്തോടെ MLA സാർ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റു. എന്നിട്ട് തൊട്ടെതിർവശത്തുള്ള ജാലകത്തിനരികിലേക്ക് നടന്നു. കുട്ടിക്കാലം മുതൽ എൻ്റെ മകൻ വളരെ വികൃതിയായിരുന്നു. അവൻ്റെ ചെറിയ ചെറിയ വികൃതികൾ ഞാൻ ക്ഷമിച്ചിരുന്നു. അവന് തിരിച്ചറിവാകുന്ന പ്രായത്തിൽ അതെല്ലാം മാറുമെന്ന് ഞാൻ കരുതി.
മകനോടുള്ള അമിതമായ സ്നേഹവും വാത്സല്യവും കൊണ്ട് എൻ്റെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ കുസൃതികളെ എനിക്കൊരിക്കലും തിരുത്തുവാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇന്നെൻ്റെ മകൻ്റെ സ്വഭാവം പാവപ്പെട്ടൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ മാത്രം തരം താഴ്ന്ന നിലയിലേക്കായിപ്പോയെന്നറിഞ്ഞപ്പോൾ ഞാൻ തകർന്നുപോയി. അവന് 2 വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മ മരിച്ചതാണ്. ഇന്നവൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ മകനൊരിക്കലും ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യില്ലായിരുന്നു. ഒരച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവാത്സല്യങ്ങൾ ഒരുപോലെ നൽകിയാണ് ഞാൻ അവനെ വളർത്തിയത്. പക്ഷെ ആ സ്നേഹം മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ല. ഇത്രയും പറഞ്ഞപ്പോൾ MLA സാറിൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി. സാർ മുഖം തിരിഞ്ഞ് ജയൻ സാറിനെ നോക്കി. എൻ്റെ മകൻ കാരണം വേദനിച്ച എല്ലാവർക്കും നീതി കിട്ടണം. അതുപോലെ തന്നെ എൻ്റെ മകൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയും അവൻ അനുഭവിക്കണം. ജയദേവൻ അവനെതിരെ എന്ത് നടപടിയെടുത്താലും എൻ്റെ അധികാരം ഉപയോഗിച്ച് ഒരിക്കലും അതിനെ തടസ്സപ്പെടുത്താൻ ഞാൻ ശ്രമിക്കില്ല. ഇത് ഞാൻ ജയദേവന് തരുന്ന വാക്കാണ്. MLA സാറിൻ്റെ ആ വാക്കുകൾക്ക് മുന്നിൽ ജയൻ സാർ അത്ഭുതത്തോടെ നിന്നു. തൻ്റെ മനസ്സിലുള്ളതെല്ലാം ജയൻ സാറിനോട് തുറന്നു പറഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു പാർവതി. അവൾ തൊടിയിലേക്ക് ഇറങ്ങി. പതിവ് പോലെ പൂക്കളും കിളികളും ചിത്രശലഭങ്ങളും തൊടിയിൽ നിറഞ്ഞു നിന്നിരുന്നു. അവയുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് അവൾ മെല്ലെ പറയുവാൻ തുടങ്ങി. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇന്നലെ എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ജയൻ സാറിനോട് തുറന്നു പറഞ്ഞു. പെട്ടെന്നാണ് അകലെ നിന്ന് വരുന്ന ജയൻ സാറിൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടത്. സാറിനെ അടുത്ത് കാണാമല്ലോ എന്നുള്ള സന്തോഷത്തിൽ പാർവതി തൊടിയിൽ നിന്ന് ചിത്തിരക്കാവിൻ്റെ അടുത്തേക്കോടി. കാവിൽ 3 വലിയ ആൽമരങ്ങളുണ്ട്. അതിലൊന്നിനു പുറകിലായി അവൾ മറഞ്ഞു നിന്നു. ജയൻ സാറിന്റെ വണ്ടിയുടെ ശബ്ദം അടുത്തേക്ക് വരുംതോറും പാർവതിയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു വന്നു. ആൽമരത്തിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് ജയൻ സാർ വണ്ടി നിർത്തി. അല്പനേരമൊന്ന് ചുറ്റിലും നോക്കി. എന്നിട്ട് വണ്ടിയിൽ നിന്നിറങ്ങി കൂളിംഗ് ഗ്ലാസ് മാറ്റി ഷർട്ടിന്റെ പോക്കറ്റിലേക്ക് വച്ചു. പാർവതി, നീ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എനിക്കറിയാം. മറഞ്ഞു നിൽക്കാതെ മര്യാദയ്ക്ക് വെളിയിലേക്ക് വാ. അത് കേട്ടതും പെട്ടെന്ന് പാർവതി ഞെട്ടിപ്പോയി. ഞാനിവിടെ ഉണ്ടെന്ന് സാറിന് ഇതെങ്ങനെ മനസ്സിലായി? അവൾ മനസ്സിൽ പറഞ്ഞു. വരാൻ. ജയൻ സാറിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. പാർവതി മെല്ലെ ആൽമരത്തിന്റെ മറവിൽ നിന്ന് വെളിയിലേക്ക് വന്നു. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? പാർവതി ഒന്നും മിണ്ടിയില്ല. ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? അത് ഞാനിവിടെ തൊടിയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സാറിൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ ഇങ്ങോട്ട് വന്നതാ. പരിഭ്രമത്തോടെ പാർവതി പറഞ്ഞു. ഓഹോ എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ സാർ തൻ്റെ 2 കൈകളും പിറകിലേക്ക് ചേർത്ത് വെച്ചു. എന്നിട്ട് പാർവതിയുടെ മുഖത്തേക്ക് നോക്കി മെല്ലെ അവളുടെ അരികിലേക്ക് നടക്കുവാൻ തുടങ്ങി. ജയൻ സാർ അടുത്തേക്ക് വരുംതോറും പാർവതി മെല്ലെ പുറകിലേക്ക് അകന്നു പോയിക്കൊണ്ടേയിരുന്നു. അവളുടെ മുഖത്ത് ഭയം നിറഞ്ഞു. പെട്ടെന്ന് ജയൻ സാർ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തൻ്റെ മുന്നിലേക്ക് അടുപ്പിച്ചു. നീ എന്നെ കാണാനല്ലേ ഇങ്ങോട്ട് വന്നത്? അതെ എന്ന അർത്ഥത്തിൽ പാർവതി മെല്ലെ തലയാട്ടി. പിന്നെന്തിനാ ഞാൻ നിന്റെ അടുത്തേക്ക് വരുമ്പോൾ നീ അകന്നു പോകുന്നത്? അത് ഇത്ര അടുത്ത് വേണ്ട, എനിക്ക് പേടിയാ. സാറിതെ അവിടെ നിന്നാ മതി. ഞാൻ ഇവിടെ നിന്ന് സാറിനെ കണ്ടോളാം. അതുകൊള്ള ഞാൻ ചെകുത്താന സുഖം മറ്റാണ്. ചെകുത്താനൊന്നും അല്ല, സിംഹം. എന്താ? അഴകുള്ള സിംഹം അല്ല, അഴകിയ സിംഹം. കൊള്ളാവടി പെണ്ണേ, നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ജയൻ സാറിന്റെയും പാർവതിയുടെയും ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് പ്രണയത്തിന്റെ വസന്തകാലമായിരുന്നു. പരസ്പരമുള്ള അവരുടെ ആശയവിനിമയത്തിനായി ഈ പ്രപഞ്ചം തന്നെ അവർക്ക് മുന്നിൽ നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവർ പരസ്പരം കണ്ടുമുട്ടുവാനും സംസാരിക്കുവാനും തുടങ്ങി. കുറച്ചു ദിനങ്ങൾ കൊണ്ടുതന്നെ 1000 ജന്മത്തിന്റെ അനുരാഗ നിമിഷങ്ങൾ അവർ പരസ്പരം പങ്കിട്ടു.
പരസ്പരം പിരിയുവാനാകാത്ത വിധം ഹൃദയത്തിൽ ഉടലെടുത്ത് ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞ അവരുടെ പ്രണയം മരണത്തിന് പോലും അടർത്തി മാറ്റുവാൻ പറ്റാത്ത വിധം അത്രമേൽ ദൃഢമായി മാറിക്കഴിഞ്ഞിരുന്നു. സാറ് എന്നെ വിട്ടു പോവോ? നോക്ക്, ഞാൻ നിന്നെ കാണുന്ന പോലെ സ്നേഹിക്കും. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും.